നമ്മുടെ മുമ്പിലുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മൾ ജയിക്കാതെ, തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പരാജയപ്പെട്ടിട്ട് നമ്മുടെ ഐഡിയോളജി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ ഐഡിയോളജി മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ആശയപരമായ പ്രചരണം നടക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മുന്നൊരുക്കങ്ങൾ ഉണ്ടാകണം, കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള സംഘടനാപരമായ തയ്യാറെടുപ്പുകൾ നടത്തണം. അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തണം. ഞാൻ മതനേതാക്കന്മാരെ കാണുന്നതല്ല സോഷ്യൽ എഞ്ചിനീയറിംഗ്, അത് മാത്രമല്ല സോഷ്യൽ എഞ്ചിനീയറിംഗ് ഔട്ട്റീച്ചാണ്. എല്ലാ വിഭാഗം ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന ശ്രമമാണ്. എല്ലാ വിഭാഗം ജനങ്ങളിൽ നമ്മളെക്കുറിച്ചുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമാണ്. ദേ ഞങ്ങളുടെ കാര്യം നോക്കാൻ ഇവരുണ്ട്, ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ ഇവരുണ്ട്, ഞങ്ങളുടെ സങ്കടങ്ങൾ ഇവർക്കറിയാം, അവർ നമുക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള ആത്മവിശ്വാസം നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്തമായ വിഭാഗങ്ങളുടെ മനസ്സിലുണ്ടാക്കുക. ദ ക്രെഡിബിലിറ്റി ഫാക്ടറാണ്, വിശ്വാസ്യതയാണ്. ആ ക്രെഡിബിലിറ്റി ഡെഫിസിറ്റ് നമുക്കുണ്ടായതാണ് നമ്മുടെ പരാജയങ്ങൾക്ക് കാരണം. ആ വിശ്വാസ്യത നമുക്ക് നഷ്ടപ്പെട്ടതാണ്. നമ്മൾ അവരെ പ്രതിനിധാനം ചെയ്യുന്നില്ല, നമ്മൾ അവരെ റെപ്രസെന്റ് ചെയ്യുന്നില്ല, അവരുടെ കാര്യങ്ങൾ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നില്ല, അവരുടെ വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നില്ല എന്ന് വരുമ്പോഴാണ് അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. പലപ്പോഴും പലരും ചോദിക്കും, ഇപ്പൊ പകർച്ചവ്യാധി വിഷയം കൊണ്ടുവന്നപ്പോൾ പലരും ചോദിച്ചു, എന്തിനാ പകർച്ചവ്യാധി? ഇതാണ് നമ്മുടെ എല്ലാ ദിവസവും രാഷ്ട്രീയം പറയുകയാണ്. രാഷ്ട്രീയം നമുക്ക് വീണ് കിട്ടുമ്പോൾ അത് ആയുധം എടുത്ത് നമുക്ക് ഉപയോഗിക്കാം, നന്നായി. പക്ഷെ ജനങ്ങളെ ബാധിക്കുന്ന വ്യത്യസ്തമായ വിഷയങ്ങൾ, മാലിന്യ നീക്കത്തെക്കുറിച്ചും പകർച്ചവ്യാധികളെക്കുറിച്ചും നമ്മൾ നിയമസഭയിൽ വളരെ ഗൗരവത്തോടുകൂടി അവതരിപ്പിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഗവൺമെന്റ് അതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. നമ്മൾ വിചാരണ ചെയ്തു, സർക്കാരിനെ വിചാരണ ചെയ്തു. നമ്മൾ ഒരേ അവസരത്തിൽ സാധാരണ പോലീസിനെ അറ്റാക്ക് ചെയ്യും. ഈ പ്രാവശ്യം പോലീസുകാർ ആത്മഹത്യ ചെയ്തതും പോലീസുകാരുടെ ജോലിഭാരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോലീസിൽ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതും അവരുടെ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് ഒരേ അവസരത്തിൽ സംസാരിച്ചു. നമ്മൾ നിരന്തരമായി തീരപ്രദേശത്തെ വിഷയങ്ങൾ നമ്മൾ കൊണ്ടുവരിക. അപ്പൊ തീരപ്രദേശത്തെ ജനങ്ങൾക്ക് തോന്നണം അവരുടെ സങ്കടങ്ങൾ പറയാൻ നമ്മളുണ്ട്, അവരെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മളുണ്ട്.